ജിക്കാവിലെ ഇലക്ഷൻ പ്രചരണമൊക്കെ എന്തായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. താൻ കൂറ്റനാടുന്ന് കൊണ്ടുവന്ന അപ്പോക്കെ അത് നടക്കുന്നുണ്ട്. ഭാഗ്യായി. ശങ്കന്റെ മോളുടെ മാസപ്പടി കാര്യം പ്രശ്നമഴിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ, ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ ക്ലിഫംപള്ളിയിലെ തൊഴുത്തിന്റെ കാര്യം ആലോചിച്ചപ്പോ ഇത്തിരി നന്ദാളിച്ചു. 2.5 വർഷം കൊണ്ട് ഇവിടെ എല്ലാവരും ചാണകത്തി ചവിട്ടുന്ന അവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, എല്ലാരും സംഖ്യകളായിരിക്കണു. എന്തൊരു മാമാ ചുമ്മാ ശ്രീ പത്മനാഭ, സംഖ്യയായിട്ട് തീർന്ന എല്ലാ കോൺഗ്രസ്സുകാർക്കും നല്ലത് കൊടുക്കണേ. നീ എപ്പോൾ വന്നടേ ബാലപ്പ? എനിക്ക് രാവിലെ പ്രസ് ക്ലബിൽ പെൻഷൻ പറ്റിയവരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രസ് ക്ലബിലോട്ട് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടടേ. ചിരിക്കാതെ എന്തൊരു പറയാ. 2023 ഡിസംബർ 23 തീർന്ന നവകേരള സദസ്സാണ്. ഇപ്പോഴും ആ ബോർഡ് മാറ്റിയിട്ടില്ല. മാസം എത്രയായി? ഏതാണ്ട് 3 മാസത്തോളമായി. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളോ കിടുകിടിയോ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരെ ഉണ്ട്. ഇവിടെ ഇരട്ടച്ചങ്കൻ എന്തൊരു കോടതി, പോലീസ്. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴുണ്ട് വളരെ രസകരമായ ഒരു കാഴ്ച കൂടെ കണ്ടടേ. ചാനൽ ഫോട്ടോഗ്രാഫർമാരും പ്രസ് ഫോട്ടോഗ്രാഫർമാരും പോലീസുകാരും സമരം ചെയ്യാൻ വന്നവരും എല്ലാം കൂടെ തണലത്ത് വളഞ്ഞിരുന്ന് സിനിമാ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്തൊരു സുഖമുള്ള ജീവിതം അല്ലേ. അവസാനം ഇതെല്ലാം കണ്ടും വച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ത്രീകൾ സ്ഥിരമായിട്ട് പാടുന്ന ഒരു കേരള ഗാനവും കേട്ടും വച്ച് ഞാൻ ഇങ്ങ് തിരിഞ്ഞ് നടന്നളഞ്ഞ്. എവരൊക്കെ എന്തരൊക്കെ കാണിച്ചാലും അമ്മി കുമ്മി കൈലാസം മറിഞ്ഞു വന്നാലും പിണറായിക്ക് ഒറ്റ പ്രതികരണമേ ഉള്ളടാ വേലപ്പ. എന്തരേ? ശരി, ബാക്കി ഇവിടെ നിർത്താം. ഇങ്ങനെയെങ്കിലും നീലക്കുറിഞ്ഞി പൂക്കും പോലെ വല്ലപ്പോഴെങ്കിലും നമുക്കൊരു ചിരിയെങ്കിലും കാണാൻ പറ്റിയ അത് തന്നെ ഒരു ഭാഗ്യം. അത് വാ